വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായി തലയ്ക്കാനുള്ള ക്ഷമയില്ലാഞ്ഞിട്ടാണ് നമ്മൾ ഫെമിനിസ്റ്റും തമാസി പറയുന്ന പോലെ ഈ തീവ്ര ഫെമിനിസ്റ്റും തീവ്ര മെയിൽ ഷോവിനിസ്റ്റും അല്ലാത്ത ഒരു മധ്യമാർഗം നമുക്ക് എടുത്തൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടല്ലോ ആ തീവ്ര സ്വബോധമുള്ളവരാണെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? എനിക്ക് ഷൂട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തതിനോ എനിക്ക് ഒരു എതിരഭിപ്രായം ഇല്ല. ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, അതിൽ യൂസ് ചെയ്യണം. ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. എവിഡൻസിന് പാപ്പന്റെ അടുത്ത് അവന്റെ കളി. ആക്ച്വലി നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ച വിധിച്ചു എല്ലാരും കൂടെ കാര്യം അത് തെറ്റാണ്. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തി. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ മീഡിയക്കാരെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യയുണ്ട്, അവർ സ്കൂളിൽ പോകുന്നുണ്ട്, അമ്മയുണ്ട്. മരിച്ചു മേലെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദീപക്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ട്. ഞാൻ ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ ഊഹിക്കുന്നുണ്ടാ. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു.